ടി വി പ്രസാദിലേക്കും റാം ഷാ സിപ്പിയിലേക്കും. പ്രസാദ് പറഞ്ഞു വരികയായിരുന്നു, മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ ഈ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്, നവകേരള യാത്രയിൽ മർദ്ദനമേറ്റ ആൾ എന്ന നിലയ്ക്കാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമായി വെങ്ങോല പഞ്ചായത്തിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നു, കാണുന്നു. അതിനുശേഷം പലതവണയായി അയാൾ വന്ന് കണ്ടിട്ടുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി പറയുകയാണ്. അതിലപ്പുറമുള്ള എന്തൊക്കെ വാസ്തവങ്ങളാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്? അശ്വതി, ഒരു നവകേരള മാർച്ചിൽ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് നേതാവ് സന്ദർശിക്കുകയും വേണം. പക്ഷെ അതിനുശേഷം ആ യൂത്ത് കോൺഗ്രസ് നേതാവിന് വലിയ സ്പേസ് ആ പറയുന്ന കോൺഗ്രസ് നേതാവ് കൊടുക്കുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ അതിനുശേഷം പരിചയപ്പെട്ടു, കാര്യങ്ങൾ ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിലാണ് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ ഇൻസ്റ്റഗ്രാം പേജ് നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് നവകേരള മാർച്ചിന് മുമ്പുള്ള കുറെ ഫോട്ടോകൾ നമുക്കതിൽ കാണാൻ കഴിയും. അത് ഒരുപക്ഷെ ഈ ബന്ധം വളർന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ നവകേരള മാർച്ചിന് മർദ്ദനമേറ്റതിന് ശേഷമാണെങ്കിലും ഒരാളെ കാണാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയേറെ ബന്ധമുണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രുതി. ഇത് ഏതെങ്കിലും ഒരു തവണ വി.ഡി. സതീശൻ ഹുസൈന്റെ വീട്ടിലേക്ക് പോയ വീഡിയോ മാത്രമല്ല ഹുസൈൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരാൾ ഒരു 10ലധികം തവണ ഒരാളുടെ കൂടെയുള്ള ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്യണമെങ്കിൽ ഉറപ്പായും കാണുന്ന എല്ലാ സമയത്തും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യില്ലല്ലോ. എന്തായാലും അതിലേറെ തവണ കാണാനുള്ള ബന്ധം മുഖ്യമന്ത്രിയും ഈ പറയുന്ന ഹുസൈനും തമ്മിൽ ഉണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. മാത്രവുമല്ല സ്മൃതി, ആ വീട്ടിലേക്ക് വി.ഡി. സതീശൻ പോയതിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ വി.ഡി. സതീശന്റെ വീട്ടിലേക്കും ഹുസൈൻ പോയിട്ടുണ്ടാവുക. പക്ഷേ അതിനുശേഷമോ അതിനു മുമ്പോ എന്നറിയില്ല, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് എത്തുന്നു, ദേശത്തെ വീട്ടിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നൊരു പ്രശ്നമുള്ള സ്മൃതി, പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ് എന്ന് അവന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതാൻ വേണ്ടിയുള്ള ധൈര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിന്റെ മറുപടി അതൊരു കൃത്യമല്ല എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് സ്മൃതി. അതായത് പേജ് വി.ഡി. സതീശൻ എന്നുള്ള പേരിലുള്ള പേജാണ്. ആ പേജ് ഔദ്യോഗിക പേജല്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ അത്തരത്തിൽ ഫാൻ പേജുകൾ നിരവധിയുണ്ട്. ഇതിന്റെ ഈ പേജിന്റെ സ്വഭാവം കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. അതിനു മുമ്പ് ഞാൻ റാംഷയിലേക്ക് പോകുന്നു. റാംഷ, ഇപ്പോൾ നവകേരള യാത്രക്കിടെ പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റ സംഭവം അന്നൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഹുസൈൻ എന്ന കാര്യമാണല്ലോ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. നവകേരള യാത്ര നടന്നത് 2023 ആ യാത്രയുമായി ബന്ധപ്പെട്ട യാത്രയിൽ പരിക്കേറ്റ ഈ വെങ്ങോല പഞ്ചായത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൃത്യമായ വിവരമുണ്ടോ റാംഷ? ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇങ്ങനെ പോലീസ് ലാത്തിച്ചാർജ് നടന്നിരുന്നു. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അതിന്റെയൊക്കെ ദൃശ്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇവിടെ ഈ ഒരു പ്രശ്നം, ഈ പറയുന്ന ഹുസൈൻ, അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാണിക്കുന്നതിന്റെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെയും എല്ലാം റീലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്, അദ്ദേഹം ബസ് വരുമ്പോൾ, അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ആ ബസ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ സൈഡിൽ നിന്നും കരിങ്കൊടി കാണിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പോലീസുകാരൻ പോലും തടയുകയോ മർദ്ദിക്കുന്നതോ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാനിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴുള്ള ദൃശ്യങ്ങളും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ റീൽസുകളായി ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ റീലിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ എവിടെയും ക്രൂരമായി മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയേണ്ടി വരുന്ന നിലയിലേക്ക് മർദ്ദനമേറ്റതിന്റെ ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല എന്നതാണ്. പക്ഷെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വളരെ ക്രൂരമായി ലാത്തിച്ചാർജിൽ ഇദ്ദേഹത്തിന്, അതായത് ഈ ലഹരി കേസ് പ്രതിക്ക് മർദ്ദനമേറ്റിരുന്നു. അതിനെ തുടർന്ന് ചികിത്സയിൽ ദീർഘകാലം കഴിഞ്ഞിരുന്നു. ഉഴിച്ചിലിന് ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇയാളെ വീട്ടിൽ ചെന്ന് കണ്ടത് എന്നതായിരുന്നു. പക്ഷേ ആ നിലയിൽ ക്രൂരമായ ഒരു മർദ്ദനമേറ്റതിന്റെ യാതൊരുവിധ തെളിവും ഇദ്ദേഹം തന്നെ, അതായത് ഈ ലഹരി കേസ് പ്രതി ഹുസൈൻ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള റീലുകളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നവകേരള സദസ്സ് നടന്നത് 2023 നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയായിരുന്നു. എറണാകുളത്ത് നടന്നത് ഡിസംബർ 7 മുതൽ 10 വരെയാണ്. എന്നാൽ അതിനു മുമ്പ്
2023 ഒക്ടോബർ 21-നും 30-നും പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനുമായുള്ള ഫോട്ടോ മുഹമ്മദ് ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട്.